അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച് ആത്മീയ ഔന്നത്യം നേടിയ ധാരാളം മഹാവ്യക്തിത്വങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു മഹാനായ ശൈഖുന യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വചനം ഇങ്ങനെ നമുക്ക് വായിക്കാം: ആരാധിക്കപ്പെടുന്നവനെ തിരിച്ചറിയാതെ ആരാധന സഹിയാകുകയില്ല. ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ദർസ് ജീവിതം ആരംഭിച്ചത് മഹാനായ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. പിന്നീട് കൊച്ചിയിൽ തോട്ടപ്പള്ളി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, ഇമ്പിച്ചാലി മുസ്ലിയാർ, ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരിൽ നിന്നും പഠനം തുടർന്നു. പാനായക്കുളത്തും പൊന്നാനിയിലും പുതിയാപ്പൾ അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ നിന്നും വർഷങ്ങളോളം ഓതിപ്പടിക്കുകയും ഖിദ്മത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിഖ്, ഹദീസ്, തഫ്സീർ, തസവ്വുഫ് തുടങ്ങിയ ഫന്നുകളിലെ കിതാബുകളിൽ അധികവും ഓതിപ്പടിച്ചത് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ നിന്നാണ്. ഇൽമ് നേടുന്നതിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു. ഹിജ്റ 1420 ദുൽഹജ്ജ് 12-ാം തീയതി 2000 മാർച്ച് 18 ശനിയാഴ്ച തൻ്റെ ആത്മീയ നായകരായ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു, ഐലക്കാട് സഈദ് സിറാജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹത്തുക്കളുടെ വഫാത്ത് ദിനങ്ങളിലൂടെ തൊട്ടടുത്തായി മഹാനായ യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. മാത്രമല്ല, ബലിപെരുന്നാൾ കഴിഞ്ഞ ശനിയാഴ്ച വഫാത്താവുന്ന വിഷയത്തിലും തൻ്റെ ഉസ്താദന്മാരോട് യോജിച്ച ഒരു രീതിയായിരുന്നു ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഉറൂസ് മുബാറക് മെയ് 30-ാം തീയതി ശനിയാഴ്ച പാണാവള്ളി ദാറുൽ ഹിക്കമിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം